നമുക്കെല്ലാവർക്കും അധികം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ വഴുതനങ്ങ. അപ്പം അത് വെച്ചിട്ടൊരു സിമ്പിൾ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ഉള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാനിതാ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിതാ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഇതിലേക്കൊരു 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇവിടെ ചെറിയ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിതാ ഇവിടെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫുള്ളനെ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി അത്യാവശ്യം നല്ലോണം ഉടയുന്ന അതുവരെ നന്നായിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴത്തേനിതാ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കൊന്ന് ഉടയ്ക്കുമ്പോഴത്തേന് നല്ലോണം ഉടഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം മസാലയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ 3/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അത്യാവശ്യം അത്ര ചെറുതുമല്ല എന്നാൽ നല്ല വലുതുമല്ല, ആ രീതിക്ക് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുളി എടുത്ത് വെച്ചിട്ടില്ലേനോ, അപ്പം ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ അതിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അതിനുശേഷം ഞാനിതാ ഇവിടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പം ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആദ്യം ഉള്ളി വേവിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവേനു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തത്. അപ്പോൾ ദാ നമ്മുടെ വഴുതനങ്ങ മുളകിട്ടത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വഴുതന ഇഷ്ടമില്ലാത്ത ആരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്തായാലും ഇഷ്ടമാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.